മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവനിലേക്ക് പോകുകയാണ്. ശ്രീ സജീവൻ, അങ്ങ് കോഴിക്കോട് ആണ് ഇരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ വളരെ രസകരമായ കണക്കുകളിലേക്ക് പോകുകയാണ്. അവിടെ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് കോഴിക്കോടിന്റെ സാഹചര്യം? അവിടുത്തെ ഒരു പൾസ് എങ്ങനെയായിരുന്നു? കോഴിക്കോട് നഗരസഭയിൽ എത്രയോ കാലമായിട്ട് LDFന്റെ ഭരണമായിരുന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോ നിലവിലുള്ള, അതായത് ഇപ്പോ അധികാരത്തിൽ ഇറങ്ങാൻ പോകുന്ന ഭരണ സമിതിയിൽ 2/3 ഭൂരിപക്ഷം ഉള്ളതാണ് LDFന്. 75 സീറ്റിൽ 50-ലേറെ സീറ്റ് അവർക്ക് 50 സീറ്റ് അവർക്ക് കൈവശമുള്ളതാണ്. അതായത് ഇത്രയും ശക്തമായ ഒരു അടിത്തറയുണ്ടായിട്ടും വളരെ ദയനീയമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോ എന്തായാലും ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് LDFന് ഭൂരിപക്ഷം കിട്ടുന്ന സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പുറത്തു വന്നുള്ള കണക്കനുസരിച്ച് 30-31 സീറ്റാണ് അവരുടെ കയ്യിലുള്ളത്. ഇനി അങ്ങോട്ടേക്ക് എണ്ണാനുള്ളത് 5-6 സീറ്റാണ്. അത് മുഴുവനായിട്ട് കിട്ടിയാൽ ഒരുപക്ഷെ ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ സ്വന്തം തനിച്ച് ഭരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒരു തൂക്ക് നഗരസഭയായിട്ട് മാറാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് കോഴിക്കോട് നഗരസഭയുടെ മാത്രം കാര്യമല്ല. ഒരു ഇത്ര തുടർച്ചയായിട്ട് കിട്ടുന്ന ഭരണം അത് ആയിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് മാറ്റം ഉണ്ടാവില്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നുള്ള ഒരു തോന്നലുള്ള പോക്കാണ്. അതല്ലെങ്കിൽ നമ്മൾ നോക്കൂ, ഈ കോഴിക്കോട് മറ്റു നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോഴിക്കോട് നഗരസഭ ഇത്തവണ വളരെയധികം കൊട്ടിഘോഷിച്ചുള്ളത് അതൊരു സാഹിത്യ നഗരമാണെന്നുള്ളതാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പൊ ഖ്യാതി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന് വന്നു. പക്ഷേ ആ സാഹിത്യ നഗര പദവിയുണ്ട് എന്നൊക്കെ കൊട്ടിഘോഷിച്ചിട്ടും എത്രമാത്രം സാഹിത്യത്തിന്റെ കാര്യത്തിൽ അതിന് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പദവി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലോ. നഗരത്തിന്റെ മൊത്തമായ മുഖച്ഛായ മാറ്റുന്ന രൂപത്തിൽ ഒന്നാമത്തെ മാലിന്യ പ്രശ്നം, അതേപോലെ ആരോഗ്യ പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഇതൊക്കെ എത്രമാത്രം പരിഹരിക്കാൻ പറ്റി എന്നുള്ളൊരു ചോദ്യം ജനം ഉന്നയിക്കും. കാരണം സാഹിത്യം മാത്രം മതിയോ? സാഹിത്യ നഗരം എന്ന് പറയുന്നത് സാഹിത്യം നല്ലതാണ്. ഇവിടെ പണ്ട് കാലത്ത് കോലായ ചർച്ചകളും മറ്റു സംഭവങ്ങളും ഒക്കെ ജനകീയമായിട്ടുണ്ടായിരുന്നു. അത് സാഹിത്യകാരന്മാരും സാഹിത്യ കുതുകികളായിട്ടുള്ള ആളുകളും ഒക്കെ തനിച്ചുണ്ടാക്കിയിരുന്നു. അതല്ലാതെ ഒരു കൊട്ടിഘോഷത്തിന്റെ ഒരു പിന്നെ ആഘോഷ ചായവിലൊന്നും ഉണ്ടാക്കിയതല്ല. അതിന് പകരം ഇവിടെ എത്രയോ കാലമായിട്ട് ഇവിടെയാണ് മാലിന്യ പ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ. അത്തരം കാര്യങ്ങളിലൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പരാജയം തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തിടത്ത് വലിയ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം ഉണ്ടാകും.